ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരിതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോമായിട്ടാണ് വന്നത്. നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ റെയിൽവേയിൽ നിന്നാണ്. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള ഈസ്റ്റേൺ റെയിൽവേയിലേക്കുള്ള ഗ്രൂപ്പ് സി അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും കൂടി അവസാനം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. റെയിൽവേയിലേക്കുള്ള ഗ്രൂപ്പ് സി അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 10/7/2024 മുതൽ 9/8/2024 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ബാറിന് അപേക്ഷിക്കാം. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം സാലറി നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് ലെവൽ 2 ആണ്. ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്ക് ലെവൽ 1 സാലറി ലഭിക്കുക. ഇനിയടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ ആകെ 15 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് 5 വേക്കൻസി, ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്ക് 10 വേക്കൻസി, അങ്ങനെ ആകെ 15 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്ക് 18 വയസ്സിനും 33 വയസ്സിനും ഇടയിലുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷം വരെയും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് സി പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ തത്തിലും ഉണ്ടായിരിക്കേണ്ടതാണ്. +2 ഏതൊരു സ്ട്രീമിൽ പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അഗ്രിഗേറ്റ് 50% മാർക്ക് +2 ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, 10ാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. NCVT അംഗീകാരമുള്ള ഏതെങ്കിലും ഒരു ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിർബന്ധമായിട്ടും സ്കൗട്ട് അല്ലെങ്കിൽ ഗൈഡിംഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ്. മറ്റൊരു ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല. അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, 10ാം ക്ലാസ് പാസ്സാവുകയും ITI സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. NCVT സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും അംഗീകരിക്കുകയുള്ളൂ. കൂടാതെ നിർബന്ധമായിട്ടും സ്കൗട്ടിങ് അല്ലെങ്കിൽ ഗ്രേഡിംഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് സ്കൗട്ടിങ് അല്ലെങ്കിൽ ഗ്രേഡിംഗ് ക്വാളിഫിക്കേഷൻ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.rrcer.org ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 9/8/2024 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ബാറിന് അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. SC/ST കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഇതൊഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും ഏകദേശം 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഇതിൽ റീഫണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. ജനറൽ കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 400 രൂപ റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. SC/ST കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ വുമൺസിന് 250 രൂപ റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും എക്സാമിനേഷൻ അതുപോലെ തന്നെ ട്രയൽസ് ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ റീഫണ്ട് ലഭിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.